പോകണമെന്ന് ഞങ്ങൾക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് സാഹചര്യമൊക്കെ മോശമായിരുന്നു. കാരണം വെള്ളം കറണ്ടില്ലായിരുന്നു. അതിൽ വെള്ളം ഭയങ്കര സന്തോഷമായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന എല്ലാവരും കുറേ നേരം സംസാരിച്ചു. നമ്മളൊരു കാട്ടിൽ കയറിയിരിക്കുകയാണ് ഗായ്സ്. പാമ്പുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ മെയിൻ റോഡിൽ അതെ പഠിക്കാറുണ്ട് കാട്ടുമയില് അമ്പോ പിടിച്ചു. ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുരുവിള സിറ്റിയിൽ നിന്നവരെങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ മാങ്ങത്തൊട്ടി വീട്ടിൽ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. അതെവിടെയാണെന്ന് പറയാം. അതിനു മുന്നേ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്ന വീഡിയോയ്ക്ക് എല്ലാവരും നല്ല കമൻറ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റി. ലിജിമോളെ കുറിച്ചൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളെ ഞങ്ങളുടെ രണ്ടുപേരും ലിജിമോളുടെയും എൻ്റെയും നടുക്കുള്ള ആളാണ് ലിജിമോള്. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ആൾക്ക് കുറച്ച് നടുവ് എന്നൊക്കെ വേദന പെയിനൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ ലിജിമോളുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. പിന്നെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ എന്തായാലും പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അത്രയധികം ഞങ്ങൾക്ക് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലമാണ് അല്ലേ? അതെ അതെ, ഒരുപാട് പറയണ്ട. എന്തായാലും പറയുന്നില്ല, അത് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. സമയം ഒത്തിരിയായി. എന്തായാലും നമുക്ക് വേഗം ഇറങ്ങണം. എന്നിട്ട് ഇവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് രാജക്കാട് പോകണം. അവിടെ നേരെ കുരുവിള സിറ്റി വീട്ടിലേക്ക് പോകണം. നാളെ അവിടെ എന്താ പരിപാടി? അവിടെ ഏലക്കായ എടുക്കും. അപ്പൊ നാളെ ഏലക്കായ എടുപ്പാട്ടോ. അപ്പൊ കായെടുപ്പ് എടുക്കുന്നൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം തരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ലാസ്റ്റ് വരെ നമ്മുടെ വീഡിയോ കാണുക. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞവിടെ നിൽപ്പുണ്ട്. എന്ത് പറ്റും മോനെ? പനിയാണ് കേട്ടോ. പാവം. അവൻ എന്തിയടാ? ജോയില് സ്കൂളുണ്ടോ അവന്? പിന്നെ ഓക്കെ അപ്പം പോയിട്ട് വരാം. ടാറ്റാ ബൈ. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങി. നമ്മൾ ബസ്സിനല്ല പോകുന്നത്. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടുന്ന് വണ്ടി കയറി പോവുകയാണ്. എഴുതുക എബനേസർ പഠിക്കണോടാ? പഠിക്കുന്ന കൊച്ചല്ലേ? പോയിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ബസ്സിനല്ല ഇന്ന് പോകുന്നത്. കാരണം ഞാൻ നേരത്തെ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് പഴയ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പയ്യെ നടക്കാം. ഇതിൽ ഓട്ടോ വരും, നമുക്ക് കയറിപ്പോം. അപ്പോൾ വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോണേ. അപ്പോൾ നമ്മുടെ ഈ മാങ്ങത്തൊട്ടി അവിടെ ഈ വഴി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. മാങ്ങത്തൊട്ടിയിൽ നിന്ന് നേരെ രാജക്കാടേക്ക് പോകുന്ന വഴിയാണിത്. മാങ്ങത്തൊട്ടിയിലെ ആയുർവേദ ഹോസ്പിറ്റലാണ് ഇത്, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ. പിന്നെ മാങ്ങത്തൊട്ടിയിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മാങ്ങത്തൊട്ടിയിലുണ്ട്. പൊതുസ്ഥാപനങ്ങൾ മുഴുവനും അല്ലേ? നമ്മുടെ പഞ്ചായത്ത് മാത്രം സേനാപതിലായി. ബാക്കി വില്ലേജും പോസ്റ്റ് ഓഫീസും അങ്ങനെ തുടങ്ങിയ PHSC അല്ലേ, എല്ലാം നമുക്ക് തൊട്ടടുത്തടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലങ്ങൾക്കൊക്കെ നല്ല വില കൂടുതലാട്ടോ. സെൻറ്റിന് 7-8 ലക്ഷം രൂപയൊക്കെ ആണ്. ഞാനും എൻ്റെ ലിജിമോളൊക്കെ പഠിച്ച അങ്കനവാടി. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വില്ലേജ്. അതെ, ഇത് വില്ലേജ് ഓഫീസാണ്. ഇതിങ്ങോട്ട് പോകുന്നത് അമ്പലത്തിലോട്ടുള്ള റോഡാണ് കേട്ടോ. അതിൻ്റെ കോളേജിലൊക്കെ പോകുന്നത്. അതെ, ഇതിലൂടെ പോകും. എന്താ പറയണ്ടേ? പാറയാണോ? നേരത്തെ ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. കാട്ടേക്ക് പോവും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല രസം സ്ഥലങ്ങളൊക്കെ കാണാൻ. എന്ത് ഭംഗിയാണ് നോക്കി.
ഇതാണ്ട് പശുവിന് ഇവിടെ പശുവിന് തിന്നാൻ കൊടുക്കുന്ന സാധനമുണ്ട്. അയ്യോ ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. അതാണ് ഈ പുല്ലില്ലേ, ഇതാണ് ബ്ലോക്കും ഇല്ല, അതാണ് തിന്നാൻ കൊടുക്കുന്നത്. അല്ല ഇതും ഉണ്ട് കേട്ടോ, നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷെ ഇത്രയും കൂടുതലായിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളിത് ഈ വഴിയാണ് കയറി പോകുന്നത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇങ്ങനെ വഴി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്റർലോക്ക് ചെയ്തിട്ടില്ല. ഇന്റർലോക്ക് അല്ല, ഈ എന്തോ ഇത് പറയുന്നേ, ഈ സംഭവം കോൺക്രീറ്റ്. പൂഴി മണ്ണായിരുന്നു. അതെ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കയറി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പകാലത്തിൽ മൊത്തം ഇവിടെയായിരുന്നു. അതെ, 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടുന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? 15 16 വർഷമായിട്ടുണ്ടാവും. ആ 16 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പയ്യെ കയറിപ്പോയാ കേട്ടോ. പറയുന്ന ആരിലേക്ക് കാണുമായിരിക്കും. കുറേ കുഞ്ഞും മലയൊക്കെ ഉണ്ട് കേട്ടോ കയറാനായിട്ട്. അതെ, മെയിനായിട്ട് ഇവിടുന്ന് പോകാൻ കാരണം ഇവിടെ ഭയങ്കര കുന്നും മലയാണ്. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളമൊക്കെ ചുമന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് മാറിയത്. കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ പകുതി അടയെത്തി നിൽക്കുക വൈ. ഇവിടെ ഭയങ്കര പൊക്കത്തിരുന്ന് വെച്ചാൽ പൊക്കിയിരുന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതിലല്ലേ പോന്നേ? പണ്ടത്തെ വഴിയൊന്നും അല്ല കേട്ടോ. പണ്ടത്തെ അന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് നല്ല രസമായിരിക്കും. ഇതിൽ നമ്മൾ ഇറങ്ങിപ്പോണം കേട്ടോ. കുളം 2 കുളം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കുളം നികത്തിയാന്ന് പറഞ്ഞ് അവിടെ കുളം ആക്കിയത്. എൻ്റെ ചെരുപ്പ് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. ഞാൻ പയ്യെ ഇറങ്ങുള്ളൂ കേട്ടോ. മൂടി അവിടെ ഏലം വെച്ച് വലിയ കുളമായിരുന്നേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ. കുളവും തോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഒരു തോടായിരുന്നു. അതെ, ഈ കുളം നികത്തിയിട്ട് അവരിതെവിടെ കുളം കുഴിച്ചതെന്ന് തോന്നുന്നു. ഈ ഒരു നടാന്ന് പറഞ്ഞിട്ടല്ലോ. അയ്യോ, ഒരുപാട് കയറിയിട്ടുള്ള കയറ്റമുണ്ട് ഇത്. അതെ, കാരണം വലിയ കളത്തിൽ വെള്ളമൊക്കെ ചുമന്ന് കയറിയ ഒരു സ്ഥലമാണിത് കേട്ടോ. ഭയങ്കര പാടാ ഇതിലൂടെ കയറാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കയറത്തില്ല, ഭയങ്കര പാടാണ് കേട്ടോ. ഇതാണ് വഴി. ഇവിടുന്ന് കയറി അവിടെ ഒരു പോസ്റ്റ് പിടിച്ചിട്ടേക്കുന്നില്ലേ, ആ പോസ്റ്റിൻ്റെ അരിയായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴി. ദൈവമേ, അത് ഈ വീട്ടിലാണ് നമ്മൾ വന്നത്. അപ്പോൾ വീട്ടിൽ കയറിയിട്ട് നമുക്ക് കാണാം. അവിടെയാണ് ആ കല്ലൊക്കെ കണ്ടോ? ആ കല്ലൊക്കെ കാണുന്നതിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ വീടിരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം വാങ്ങിയ ആൾക്കാർ അവിടെ എല്ലാം വീട് മാറ്റി എന്നിട്ട് ഏലം വെച്ച് കേട്ടോ. ഇവിടെ എല്ലാം ഏലമാണ് കൂടുതൽ. ഒരുപാട് വർഷം, ഏകദേശം ഒരു 16 വർഷം. ഞാൻ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 10-12 വർഷമായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഏലമാണ്. അതുപോലെ ഇത് നല്ല രസം. പിന്നെ ലിൻ്റെയും ഞാനും ഭയങ്കര കൂട്ടം. അവളിവിടെ ഇല്ല കേട്ടോ. അങ്ങനെ എന്ത് രസമാണെന്നറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്ന ഈ സ്ഥലമൊക്കെ കേട്ടോ. പിന്നെ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. പാമ്പായിരിക്കും. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം. ഒന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് സാഹചര്യമൊക്കെ മോശമായിരുന്നു. കാരണം കറണ്ടില്ലായിരുന്നു, അതിൽ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഇവിടെയൊക്കെ
പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നു. അന്നതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പോകാതെ വേറെ വഴിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഡെയിലി വെള്ളം കോരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കണ്ടില്ലേ ആ കിണറ്റിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. കുത്തിനെയുള്ള ഇറക്കമല്ലേ, അപ്പോൾ ഭയങ്കര പാടാട്ടോ. അയ്യോ, ഇവിടുത്തെ മരമെല്ലാം വെട്ടി ഒരു മരമെല്ലാം വെട്ടി ചേട്ടനെ കാണാനാട്ടോ വന്നേ. എടീ ഇത് ഓർക്കുന്നോ ഈ നമ്മുടെ കാപ്പിയിൽ നമ്മൾ അതിൻ്റെ തൊലി ഇരിഞ്ഞിട്ട് വായിലിട്ട് ചവച്ച് ഓർക്കണ്ടോ? മണി പ്ലാന്റ് ഒക്കെ ഈ ചെടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. ദൈവമേ, എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. ഇവിടെ മൂടിപ്പോയി, സ്റ്റെപ്പ് കാണത്തില്ല, മൂടിപ്പോയി. ഒന്നുമില്ല, പഴയ ഓർമ്മകളൊക്കെ കാണാനായിട്ട് അവിടെ ഒന്നുമില്ല. മേടിച്ച് എന്നിട്ട് വേണേൽ താഴത്തേക്ക് കാണിച്ച ഒന്നും കാണത്തില്ല, കാരണം എല്ലാം നികത്തി ഒരു ഏലം വെച്ചു. അതെ, ഇതൊന്നും അല്ലായിരുന്നു പണ്ട്. എന്ത് രസമായിരുന്നു കാണാനായിട്ട്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തെന്നി മറിഞ്ഞ് വീഴും കേട്ടോ. മുളം തണ്ടായി മറിഞ്ഞു. സത്യം കണ്ട, ഇതാണ് വഴി. സൂക്ഷിച്ചു ഞാനേ ഇനി വരാനുള്ളത്. സൂക്ഷിച്ചു ഞാൻ. ഇവിടെ ഇറങ്ങാനായിട്ട് പണ്ടൊക്കെയാണ് ഷൂ എന്നും പറഞ്ഞ് നമ്മൾ ഓടിക്കയറി. ഇന്നും ഭയങ്കര പേടി, തെന്നി കിടക്കും. എപ്പോൾ വീണാൽ സുഖമായിരിക്കും, പൂർണ്ണങ്ങ് പോകും. ഇത് കാണിച്ചെടുത്ത് നല്ല ഭംഗി കേട്ടോ. ഭംഗി എന്ന് പറയാൻ ഇല്ല, പണ്ടത്തെ ഭംഗിയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇതേ കാണുന്ന വീടില്ലേ, ആ കാണുന്ന വീട് അത് പുതിയത് പണിതാണ്. പക്ഷെ ആ വീട് ഭയങ്കര പൊക്കത്തിലായിരുന്നു വെച്ചത്. ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തി. അതുപോലെ ഈ കാണുന്ന തിട്ടയില്ലേ കൊണ്ടാ, അതേ കാണുന്ന തിട്ട, ആ തിട്ടയൊക്കെ നമ്മുടെ റോഡിൻ്റെ ഒപ്പമായിരുന്നു. അതായത് ഈ ഭാഗത്തിൻ്റെ ഒപ്പം. ഇതിപ്പോൾ താഴ്ന്നു പോയി കേട്ടോ. എന്ത് പാമ്പാടേ? ഇവിടെ പാമ്പുണ്ട് കേട്ടോ. എനിക്ക് പേടിയാ. എന്ത് പാമ്പാ? പോയോ? നീ പേടിയാ? സത്യം ഇപ്പൊ നൊസ്റ്റാൾജിയ ആയേനെ. ഈ വീടൊക്കെ പൊക്കത്തിരുന്ന് വെച്ചാ അയ്യോ, ഒരു പാമ്പിനെ കണ്ട് ഓടിയത്. ദൈവമേ, അയ്യോ. ആ വേണിപ്പോ അതിലോടെ വരും, അവിടെ വരും. അയ്യോ, ഇനി കയറ്റം കയറണം. നമുക്ക് ഇതിലേ കയറി പോയാലോ? വേണ്ട. എന്താ അതല്ല, അതിൽ വഴിയുണ്ടോന്ന് അറിയില്ലല്ലോ. അതിൽ പോവാണെങ്കിൽ എന്ത് രസമായിരിക്കും. അയ്യോ, അപ്പം ഞങ്ങൾ കയറി ഇതേ കനകക്കുന്നിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇവിടെ ഞങ്ങൾ കളിച്ച് വളർന്നൊരു സ്ഥലമാണ്. പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമായിരുന്നു കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് പണിതാണ്. നമ്മുടെ സ്ഥലമായിരുന്നു, നമ്മൾ കൊടുത്തത്. നമ്മുടെ സ്ഥലങ്ങളായിരുന്നു, കൊടുത്തതാണ്. അതെല്ലാം പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. അയ്യോ, നടക്കാൻ വയ്യ. പിന്നെ ഈ വീട്ടിലാണ് പോകാനുള്ളത്. അതെ, ഇവിടെ പുളിയൊക്കെ ഉണങ്ങായിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ നമ്മളിവിടെ കേട്ടോ, നമ്മൾ അടുത്ത് വിട്ടേക്കും. ശരി, ടാറ്റ. അതേ കാണുന്ന പുളി മരത്തിൽ ഞങ്ങൾ ഇഷ്ടംപോലെ പുളി കഴിച്ചിട്ടുണ്ട്. അയ്യോ, അത് ഓർമ്മിപ്പിക്കില്ലേ? ഞങ്ങളെല്ലായിടത്തും പോയി എല്ലാവരെയും കണ്ട്. പിന്നെ എല്ലാവരെയും ഒന്നും കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരൊക്കെ സാധാരണക്കാരാണല്ലോ. അപ്പോൾ അവരെയൊക്കെ എടുക്കുന്നതിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ട് അവിടെയൊന്നും കാണിക്കാത്ത. പിന്നെന്താ, ഭയങ്കര സന്തോഷമായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന എല്ലാവരും കുറേ നേരം സംസാരിച്ചു, ചായയൊക്കെ തന്നു, ചായയൊക്കെ കുടിച്ചു. അതെന്താ, വേറൊന്നുമില്ല. പിന്നെ പുളിയുടെ കാര്യം പറയാം. ഞങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറമാണല്ലോ, അപ്പോൾ അതിലൊക്കെ വന്ന് ഇവിടെ വന്ന് പുളിയൊക്കെ പറക്കിക്കൊണ്ട് പോയിരുന്നു ഞങ്ങൾ. അല്ലേ ദീദി? അപ്പോൾ അത് ഭയങ്കര
ഭയങ്കര ഫീലാണ്. ഞങ്ങൾ കുറേ വീടുകളെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളിവിടെ കൂട്ടായിരുന്ന എല്ലാവരുടെയും വീടുകളിലൊക്കെ പോയി ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ രാജക്കാട് പോവാട്ടോ. രാജക്കാട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഒരുപാട് മാറ്റങ്ങളായി ഇവിടെ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റമായി. പക്ഷേ ആളുകൾ മാത്രം മാറിയിട്ടില്ല, അവരുടെ സ്നേഹം മാറിയിട്ടില്ല. അതുതന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. 4-5 വീടുകളിൽ പോയ വീട്ടിലൊന്നും ഞങ്ങളെ കണ്ടതേ മനസ്സിലായി. കാരണം ഞങ്ങളങ്ങനെ പഴയ പോലെ നല്ലല്ലോ, നമ്മൾ പെട്ടെന്ന് മാറ്റമാണ്. പക്ഷെ ഞങ്ങളെ കണ്ടതേ മനസ്സിലായി. എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കല്ല ഞങ്ങളിപ്പോൾ പോകുന്നത്, വേറൊരു വഴിക്ക്. അത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വന്ന വഴി ഇതും പോകുന്ന വഴി ഇതും. പക്ഷേ ഈ വഴി എൻ്റെ വരെ ഉണ്ടോ? പണ്ട് പോയതാ, ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. പോയാലും നമുക്ക് അറിയാവുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ശരിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. സന്തോഷം, വാക്കുകളില്ല പറയാനായിട്ട്. പോണ റോട്ടിൽ നമുക്കറിയാൻ പരിചയമുള്ളവർ കൂടെ പഠിച്ച് ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതിലെ വന്നിട്ട് വർഷങ്ങളായി കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല ഇവിടെ വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ലിതിയുടെ ഒറ്റ നിർബന്ധത്തിലാണ് വരുന്നത്. എന്നോട് ഫസ്റ്റ് പറഞ്ഞില്ല. ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? നമ്മളൊരു കാട്ടിൽ കയറിയിരിക്കുകയാണ് ഗായ്സ്. പാമ്പുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി, വേറൊന്നുമില്ല. ചാടി വീഴും ചിലപ്പോൾ. എന്ത് ഭംഗിയെന്നറിയാം. കണ്ട ഈ വഴിയൊക്കെ കണ്ടത് പണ്ടത്തെ ഓർമ്മ. ശരിക്കും നടന്ന് ക്ഷീണിച്ചു. പണ്ടൊക്കെ ആയിരുന്നു ഇതിലൂടെ ഓടി നടക്കായിരുന്നു കേട്ടോ. അവിടെ നോക്കണ്ട് ഇവിടെ ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ അവരുണ്ടോ? എവിടെ ചേച്ചിക്കത് എവിടെ താമസിക്കുന്നത്? ഇവിടെ ഞങ്ങൾ അക്കരെ വന്നായിരുന്നു. അപ്പം എവിടെ? നമ്മുടെ പൂവിൻ്റെ അടുത്താണോ? അപ്പം ഉണ്ടോ അവിടെ? അപ്പം കൂടെ പഠിച്ചതാണ്. ചേച്ചിയൊക്കെ അവർ പോയിട്ട് ഒത്തിരി ആയില്ലേ? നിങ്ങളാ മേടിച്ചേക്കുന്നത്? ഓക്കെ, ശരി, താങ്ക് യു. ചേച്ചിയുടെ വീട്. അതെ, എനിക്കറിയാം. അതവര് തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോൾ. ഇറങ്ങാൻ ഭയങ്കരമായിട്ട് പേടി വന്നിട്ടുണ്ടോ? എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. തെന്നിക്കിടക്കുന്ന ചെറുതായിട്ട് തെന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. മെയിൻ റോഡല്ല, ഒരു നമ്മുടെ രാജക്കാടിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള റോഡ്. ഇവിടെയൊക്കെ ഓണത്തിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ നേരത്തെ വരാറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ പരിപാടിക്കൊക്കെ കൂടും. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ്റെ അവിടെ ഓണപ്പരിപാടിക്കൊക്കെ കൂടും. ഫസ്റ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. എന്തിന്? വെള്ളംകൂടി മത്സരം, പിന്നെ കസേര കളി, വടംവലി മത്സരം, എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ കവല ജംഗ്ഷൻ ഇതാണോ? അത് തന്നെ. ഇവിടെ കടയൊന്നും കാണുന്നില്ലല്ലോ, ഒരു ഇത് മാത്രം ഉണ്ട് കേട്ടോ. കടയൊന്നും ഇല്ല. അപ്പോൾ നമ്മളെങ്ങോട്ട് പോകുന്നു? താഴത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടുള്ള വഴി. ഇതിങ്ങോട്ടൊരു റോഡ്, ഇങ്ങോട്ട് നമ്മൾ വന്ന റോഡ്, ശേഷം ഇങ്ങോട്ടൊരു റോഡ്, താഴത്തേക്കൊരു റോഡ്. അങ്ങനെ നമ്മളത് ഈ റൂട്ട് വഴി പോകണം. മെയിൻ റോഡിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ബിവറേജും പിന്നെ കടകളും ഒക്കെയാണ്. നമ്മൾ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനും അനുഷ്യയും കൂടി ദേ വഴി ആ കണ്ടത്തിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ കണ്ടത്തിൻ്റെ ഏരിയയാണ്. അതിൽ കയറി സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നത്. അശ്വിനി മിസ്സിൻ്റെ വീട് അതവിടെ. ഇത് കാണുന്ന 2 നില. ആ അശ്വിനി മിസ്സിനൊക്കെ ചേച്ചി അറിയുമ്പോളെ മനസ്സിലായപ്പോൾ ഇവിടെ വെറുതെ ഒരു പാട്ട് എടുത്തിട്ട് വീടെടുക്കാം കേട്ടോ. പാട്ട് എടുത്തിട്ട് വീട്. ഓ, പ്രാവ് ഓർക്കുന്നുണ്ടോ?
കൊച്ചുമുലക്കാനം. ഞങ്ങള് മാങ്ങത്തൊട്ടി. മാങ്ങത്തൊട്ടി നമ്മുടെ അഗസ്റ്റിനറിയോ തബലിസ്റ്റ് അറിയാം. മാരിയിലാണോ? ഞാൻ കുഞ്ഞുട്ടിക്ക് ഒത്തിരി പാട്ടൊക്കെ പാടിയിട്ടുള്ളതാണ്. കുഞ്ഞു കലാകാരനാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ശില്പങ്ങൾ ചെയ്യുന്നതാണ്. ഇതുപോലെ മോളുടെ ഇങ്ങനെ ഫോട്ടോ എടുത്തില്ലേ, എനിക്ക് സംശയം വേറെ ഒറ്റ കസറ്റേ ഇതിനെ പോയപ്പോ എനിക്കൊരു മൊബൈൽ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇവർക്ക് എപ്പോഴേ ഒരു മൊബൈൽ കിട്ടി. ചായക്കാട് സ്കൂളിൽ +2 പഠിക്കുന്ന കൊച്ചിന്റെ ഫോണായിരുന്നു. 4000 ഫോണാണ്. ഞാൻ ആ ഫോൺ തിരിച്ചു കൊടുത്തു. കൊച്ചിന് വേറെ സിമ്മും വലിച്ചു പിള്ളേക്കളെയും ഞാൻ ആ ഫോൺ കൊടുത്തു. അങ്ങനെ ആ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കഴിഞ്ഞ ഓണത്തിന് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോ നിങ്ങൾ എന്താ തപ്പുന്നവര് തോന്നിയായിരുന്നു. എന്റെ വലിയ ഇതിന്ന് മോളുടെ പാട്ടിന ലിജിത മോളല്ലേ? അല്ല, എന്റെ ചേച്ചിയാണ്. എന്റെ അനിയത്തിയാണ്. അതെ. മോളെ എത്ര ക്ലാസ് പഠിക്കുന്നത്? ഞാൻ പഠിച്ചു കഴിഞ്ഞ് എന്തായാലും പഠിച്ചു. MBA. അങ്ങനെ പറയുന്നത് കേട്ടോ. MBA ടോപ്പാണ് സംബന്ധിച്ചത്. ഒരിക്കലും പഠിക്കാറുണ്ട്. കാട്ടുമയില് അമ്പോ പിടിച്ചു പറഞ്ഞു ഞങ്ങള് നിക്കണേ. ആപ്പിള് മേടിച്ചത് വേണ്ട. അയ്യോ കുഴപ്പമില്ല, ഞങ്ങള് പൊക്കോളാം. ഇല്ല കുഴപ്പമില്ല. കുഴപ്പമില്ല. പൊക്കി പിടിച്ചത് പെട്ടെന്ന് എടുക്കാൻ പുള്ളിക്കാരി ഭയങ്കര ആർട്ടിസ്റ്റാണ്. ചേട്ടൻ അവിടെ കാട്ടുമലി അടിപ്പായിരുന്നു. കാട്ടുമയില് വരുന്നു. പുള്ളി നല്ല ഭംഗിയാണ് കേട്ടോ. ദേ ഇത് നിൽക്കുന്ന കാണാനായിട്ട്. അങ്ങനെ നമ്മള് സ്റ്റാൻഡിൽ എത്താറായിട്ടുണ്ട്. കൊച്ചി എത്തി എന്ന് പറഞ്ഞാലേ ബാത്റൂമിന്റെ മണമൊക്കെ വരുന്നുണ്ട്. ശരി. അതെ താങ്ക് യു. നല്ല പ്രശ്നത്തേക്ക് വളർന്നു കേട്ടോ. നല്ല കലാകാരി കേട്ടോ. ശരി താങ്ക് യു. ഓക്കെ. അങ്ങനെ നമ്മള് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ലിതി അപ്പൊ സ്വർണം പൂശാൻ കൊടുത്തേക്കോ ലിതി. അപ്പൊ നമ്മള് ഭീമയിലാട്ടോ വന്നിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ മേടിച്ചേ നല്ലതായിരുന്നു. മറ്റേ മേക്കാത് കളറ് പോയില്ലേ. ലിതി മേടിക്കോട്ടെ ലിതി. അങ്ങനെ നമ്മള് ബീഫ് വാങ്ങാൻ വന്നേക്കാം. ബീഫിന്റെ എല്ല് മേടിക്കാൻ വന്നേക്കാട്ടോ. നമുക്ക് എല്ലുങ്കപ്പില്ലാതെ എന്ത് ഇടുക്കിക്കാര്. ഞങ്ങള് കടയിൽ കയറി ഒരു മിന്റ് ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുടിക്കുവാണേ. അടുത്തും കുടിക്കുവാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ബാക്കി നെഞ്ചി കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നല്ല കുടിച്ചുകൊണ്ട് എനിക്ക് ചായ കുടിക്കാൻ മൂടില്ല. ഇന്ന് 2 ചായയായി. ഞാൻ ആസ്വദിച്ച് കുടിച്ചോണ്ടിരിക്കുകയല്ല. നല്ല ദാഹമുണ്ടായിരുന്നു. കുടിക്കട്ടെ. അങ്ങനെ ഏലിക്കുട്ടിയമ്മയും വന്നു.